ഹായ്, ടുഡേ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗാർലിക്ക് എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാമെന്നാണ്. അതായത് ഒക്ടോബർ മാസമാണല്ലോ ഇവിടെ UK ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഏരിയയിൽ ഉള്ളി ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് ഇതിനകത്ത് കുറച്ച് മനുവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗാർലിക്ക് ഗ്ലൗ, ഇത് ഈ ഫുൾ ഗാർലിക് ഇല്ലേ, ഈ ഗ്ലൗ ഇങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. ഇത് കോസ്കോയുടെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഗാർലിക്കിൽ നിന്ന് എടുത്ത് വെച്ച് വേണമെങ്കിൽ അവനവൻ്റെ തന്നെ പ്ലാന്റ് ചെയ്യാം. പക്ഷേങ്കിൽ ഞാനിത് കോസ്കോയുടെ, ഇതൊരു ഫുൾ ക്ലൗ അല്ലേ, അതിൽ നിന്ന് ഒരു അല്ലി വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ ഭാഗം, ഇത് മണ്ണിനടിയിലോട്ട് വേണം. മറ്റേ ആ കൂർത്തിരിക്കുന്ന സൈഡ് മുകളിലോട്ട് വെക്കണം. ഇങ്ങനെയാണ് കുഴിച്ച് വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ മൂട് ഈ സൈഡ് ആ കുഴി എടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇങ്ങനെ ഇത്രയും ആഴത്തിൽ കുഴി വെച്ചിട്ട് ഇതിനകത്തോട്ടിട്ട് നമ്മൾ മണ്ണിട്ട് മൂടി കൊടുക്കാം. അങ്ങനെ ഈ എടുത്തിരിക്കുന്ന ഈ ഹോളുകൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടാൽ മതി വെളുത്തുള്ളിക്ക് കേട്ടോ. ഇതെല്ലാം നമുക്ക് കുഴിച്ചിടാം. ഇതുപോലെ തന്നെ ഇങ്ങനെ വീണ്ടും കണ്ടില്ലേ, ഈ ബേസ് അത് താഴോട്ട് പോകണം. അതാണ് അതിൻ്റെ റൂട്ടായിട്ട് വരുന്നത്, വേര്. അതിൽ മണ്ണിട്ട് ഇടാം. അതുപോലെ ഇതെല്ലാം നമുക്കിങ്ങനെ പ്ലാന്റ് ചെയ്യാം. ഇപ്പം ജൂൺ മാസത്തിൽ പ്ലാന്റ് ചെയ്താൽ ഇത് തണുപ്പാണ് ഇതിന് ഭയങ്കര ഇഷ്ടം. ഐസും മഞ്ഞും എല്ലാം ഇത് ടോളറേറ്റ് ചെയ്യുന്നൊരു വെജിറ്റബിളാണ് വെളുത്തുള്ളി. ശരീരത്തിന് ഗുണമുള്ളത്, കൊളസ്ട്രോൾ കുറയാനും കുക്കിങ്ങിന് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാത്തതാണ് ഇന്ത്യക്കാർക്ക്, മീൻ കറിയിലായാലും എന്തിനായാലും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇത് ഒരു അല്ലി ഇടുമ്പോൾ നമ്മൾക്ക് ഒരു ഫുള്ള് ഒരു ഇതുപോലെ ഒരു അല്ലി ഇടുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇയർ ജൂൺ ആകുമ്പോഴത്തേക്കും. അത്രയും സമയം എടുക്കും. ഇത് ലോങ് ടൈം എടുക്കുന്ന സാധനം, പക്ഷേ ഈസിയാണ്. പിന്നെ അതുപോലെ വീടൊന്നും അധികം വരത്തില്ല, നല്ല സ്ട്രോങ് ആണ്. ഇതുള്ളടുത്ത് അതിൻ്റെ പരിസരത്തൊന്നും പിന്നെ ഈ ഈച്ച ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫുള്ള് ഒരു ക്ലൗവിൽ നിന്ന് ഫുൾ ഒരെണ്ണം കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനെ മൊത്തം നമുക്ക് ഇങ്ങനെ കുഴിച്ചിടാം. എന്നിട്ടതിന് മണ്ണിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നിലും ഞാൻ കുഴിയെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് മണ്ണെടുക്കുക. ഇത് തെറ്റിപ്പോകരുത്, തിരിച്ച് വെക്കരുത്, ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. മണ്ണിട്ട് കൊടുക്കാം. കുഴിച്ച് വെച്ചിരുന്ന എല്ലാം ബാക്കിയുള്ളതും കൂടെ നമ്മൾ എല്ലാം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മനുവർ ഇട്ട് കൊടുക്കാം. ഇത് കിളിച്ച് കഴിഞ്ഞ് വന്ന് 2 ആഴ്ച കഴിയുമ്പം കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസറോ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണം. പിന്നെ അധികം വളം കൊടുക്കണ്ട. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്കൊക്കെ തണുപ്പത്ത് പിന്നെ ഒന്നും ചെയ്യണ്ട. ഇത് എൻ്റെ നോർമൽ കമ്പോസ്റ്റാണ്, അത് അരിയിട്ട് കൊടുക്കുക. അങ്ങനെ ഈ വർഷത്തെ ഗാർലിക്ക് അങ്ങനെ പ്ലാന്റ് ചെയ്തൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്കെല്ലാവർക്കും UK നാട്ടിലുള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്യാം. എവിടെയായിരുന്നാലും നമുക്ക് നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മുടെ ഒരു പോയിസണൊന്നും ഇല്ലാത്ത നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ തന്നെ സന്തോഷത്തോടെ നമ്മൾ കൃഷി ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഇതാണ് ഗാർലിക് പ്ലാന്റ് ചെയ്ത ഏരിയ.